ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാവർക്കും സുഖമുള്ള സ്നേഹമുണ്ടല്ലേ. ഒത്തിരി സന്തോഷം. അതെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇന്നലത്തെ എല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞു. ഇപ്പം നമുക്ക് ഇന്ന് മുതലുള്ള നല്ല കുഞ്ഞ് സന്തോഷ നിമിഷങ്ങളൊക്കെ മതിയല്ലേ. മറ്റേത് ഞാൻ മായ്ക്ക റബ്ബറും കൊണ്ടെല്ലാം തൂത്ത് കളഞ്ഞു. പിന്നെ ഉണ്ടല്ലോ വേറെ ഒരു സംഭവം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്ലേറ്റിനകത്തൊരു വെള്ളത്തണ്ടുണ്ടല്ലോ. പക്ഷെ ആ സംഭവം ഇവിടെ എങ്ങും കാണുന്നില്ല കേട്ടോ. വെള്ളത്തണ്ടെന്ന് പറയും, നമ്മൾ വെള്ളത്തണ്ടെന്നാണ് പറയുന്നത്. ആ ശരി, ഞാൻ ഒത്തിരി നാളായി നമ്മുടെ ഇവിടെയൊക്കെ കണ്ടിട്ട്. ഇവിടെയൊക്കെ ഇല്ല റബ്ബറല്ലേ, അതൊക്കെ ഞാൻ ഒത്തിരി നാളായി അത് കണ്ടിട്ട്. അതും കിട്ടുവാണെങ്കിൽ അതും കൂടെ കൊണ്ടുവന്ന് ഞാൻ അതും കൊണ്ടും ഞാൻ തുടച്ച് കളയാം കേട്ടോ. അതെല്ലാം മായ്ച്ചു കളഞ്ഞു. വിഷമമേ ഇല്ല, സന്തോഷം മാത്രം. അപ്പോഴെല്ലാവരും പറഞ്ഞു പോസിറ്റീവായിട്ട് ചിന്തിക്കണം, സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത് മാത്രം മതി അല്ലേ, ദുഃഖം ഒന്നും വേണ്ട കേട്ടോ, ആർക്കും. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. രാവിലെ മുതൽ എൻ്റെ ചെവി കേൾക്കാൻ പോയ, ചെവിയിൽ വെള്ളം കയറി. കുറച്ചായിട്ടേ കേൾക്കുന്നുള്ളൂ കേട്ടോ, ചെവി വെള്ളം കയറി ഇരിക്കുക. ഇന്നൊരു അക്കിടി പറ്റി എനിക്ക്. ഇപ്പോഴും നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം കേട്ടോ. നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കുമുറിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. വലിയ കാലത്തെ ഇന്ന് വെള്ളം പടാന്നും പറഞ്ഞ് തലയിലെടുത്ത് ഒഴിച്ചത്. ചെവിയിലുള്ള വെള്ളമെല്ലാം കൂടെ കയറി. എത്ര ഒഴിച്ചിട്ടും ചെവിയിൽ നിന്ന് വെള്ളം പോകുന്നില്ല. ഒഴിച്ച വെള്ളമെല്ലാം ഇങ്ങനെ കിടക്കുമോ, ഇനി എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയാം. ഇതുവഴി വരുമോ? ഇതുവഴി ഞാൻ എത്ര നോക്കിയിട്ടും വരുന്നില്ല കേട്ടോ. നേരത്തെയൊക്കെ ഞാൻ തുള്ളി ചാടുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും വെള്ളം പോകുന്നില്ല. എന്തു ചെയ്യാനാന്ന് പറ. ഇനി ഇന്നത്തേക്കായി എനിക്ക് കേട്ടോ. നമ്മുടെ അണ്ണൻ പോയിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും കൈ മുറിക്കുകയോ, അപ്പോഴിങ്ങനെ കൈയൊക്കെ വെട്ടി മുറിച്ച് ഇങ്ങനെ വെക്കത്തില്ല, ചില സമയത്തൊക്കെ മുറിയും കേട്ടോ. മീനൊക്കെ വെട്ടുമ്പോൾ ഇന്നത്തേക്കായി എന്തെങ്കിലുമൊക്കെ നീ ആക്കി വെക്കും ഇങ്ങനെ പറയും കേട്ടോ. ഇന്നാൾക്ക് ഇതേപോലെ ബഡ്സ് നമ്മൾ ചെവി ചൊറിയുമ്പം ബഡ്സ് ഇട്ട് വെക്കത്തില്ലേ, ആ ബഡ്സ് ഇട്ടിട്ടുണ്ടല്ലോ അവസാനം അതിനകത്ത് ആ പഞ്ഞി ഉണ്ടല്ലോ, പഞ്ഞി അകത്ത് കയറിപ്പോയി. ഞാൻ വിളിച്ചു പോലെ. പിന്നെ അത് രാത്രിയിലായിരുന്നു. പിന്നെ എന്തായാലും നമ്മുടെ അണ്ണനെ ടോർച്ചൊക്കെ അടിച്ചു. ആ പഞ്ഞി ഞാൻ അങ്ങ് അകത്ത്, എനിക്ക് എന്തോ ഇച്ചിരി അങ്ങോട്ട് പോയി, പഞ്ഞി അകത്ത് പോയി. പിന്നെ നമ്മളിലെ കുത്തി അങ്ങ് അകത്തോട്ടാകുമ്പോഴുണ്ടല്ലോ ഈ പഞ്ഞി അങ്ങ് അറ്റത്തങ്ങോട്ട് പോയി. പിന്നെ പപ്പയും മക്കളും കൂടെ രാത്രി ഇതായിരുന്നു പണി. ഇനിയിപ്പോൾ എൻ്റെ ഈ ചെവിയിലെ വെള്ളം എനിക്കറിയത്തില്ല. നമുക്കങ്ങ് അസ്വസ്ഥത കേട്ടോ. ഇപ്പം തന്നെ അങ്ങ് അസ്വസ്ഥത, എന്ത് ചെയ്തിട്ടോ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എന്നിട്ട് നേരത്തെയൊക്കെ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ചൂടോടെ ആ കിടക്കുന്ന വെള്ളം ഇങ്ങോട്ട് തിരിച്ച് വരുമായിരുന്നു. എന്ത് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. വാട്സപ്പ് ഇട്ട് നോക്കി, എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥത. നമുക്ക് ചെവി വെള്ളം കയറുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോൾ എന്താവും, നമ്മുടെ പപ്പയെ വിളിക്കണോ? കോൾ ചെയ്യട്ടെ ഞാൻ. അപ്പോഴേ കുളിയും നനയൊക്കെ കഴിഞ്ഞ് രാവിലെ കാപ്പി ഉപ്പുമാവ് ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പുമാവും പഴവുമായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഉണ്ടാക്കി വെച്ചിട്ട് മീൻ വെട്ടിയിട്ടാണ് പോയി പിന്നെ കുളിച്ചത്. അപ്പോഴും മീൻ 5-6 എടുത്ത് വറുത്ത് തരാൻ പറഞ്ഞു. നമുക്ക് ചുമന്ന മീന, മഞ്ഞക്കോര. അതൊക്കെ ചെയ്യണം.
അതൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കറി വെക്കണം. ഇവിടെ ഇന്നലെയും കുട്ടിച്ചാത്തൻ വന്ന് കുടുംബശ്രീക്ക് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാം പെണ്ണുങ്ങളെല്ലാം കൂടെ ഓട്ടമായിരുന്നു. മഴ ഭയങ്കര ഇരുട്ട്, കാറും കോളും ഒക്കെ ഇല്ലയോ. അപ്പോൾ ഭയങ്കര ഞങ്ങൾ അവിടുന്ന് ഓടി മഴ, പക്ഷേ ചെറുതായിട്ടൊന്ന് പെയ്ത് കേട്ടോ. നമുക്ക് ഇന്നലെയും പെയ്തു, മെനഞ്ഞാന്നും മഴ പെയ്തു. അതുകൊണ്ട് ഇച്ചിരി നമുക്ക് ഒരു ചൂടിനൊരു ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോഴും നമുക്കിനി അടുക്കളയിലോട്ടൊക്കെ പോകാം. എനിക്ക് ചെവിക്ക് അങ്ങ് അസ്വസ്ഥത എടുക്കുന്നു. ഈ വലത്തെ ചെവിക്കാം എന്ത് ചെയ്തിട്ടും മുന്നോട്ടും പോകുന്നില്ല. വെള്ളം എന്തൊരു കഷ്ടമാണെന്ന് പറ. എന്തോ ചില ദിവസം അങ്ങനെ. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോകാം. ഇങ്ങനെ നിന്നാൽ മതി. എന്തായാലും വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെയും നമ്മുടെ അണ്ണനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നോ എന്തോ, നമുക്ക് മീന് ചുവന്ന മീനാണ് കിട്ടിയത്. മഞ്ഞക്കോരയെന്നൊക്കെ ഞാൻ പറയും കേട്ടോ. നമ്മുടെ ഇവിടെ മഞ്ഞക്കോരയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴാ മീനാണ് കിട്ടിയത്. അത് കഴുകി വെച്ചിട്ടാണല്ലോ കുളിക്കാൻ പോയത്. ചെവിയിലെ വെള്ളം ഇതുവരെ പോയില്ല കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര അസ്വസ്ഥത, ഒട്ടും കേൾക്കാൻ വയ്യ. ഈ വെള്ളമെല്ലാം കൂടെ എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. വെള്ളം കുറച്ച് തിരിച്ച് വരുന്നുണ്ട്, പക്ഷെ ആ ഉള്ളിൽ കിടക്കുന്ന വെള്ളം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വശം എനിക്ക് കേൾക്കാനേ വയ്യ. രാവിലെ മുതൽ ഞാൻ പിന്നെ കുളിച്ച സമയം മുതൽ വെള്ളം ഒഴിക്കുക, ഇതുവരെയും പോയില്ല കേട്ടോ. എനിക്കങ്ങ് അതുകൊണ്ടങ്ങ് ഭയങ്കര അസ്വസ്ഥതയങ്ങ്. പുളി വയ്ക്കുക കേട്ടോ, മുളക് കൂടിയോ. പിന്നെ വറക്കാനും വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ അരപ്പ് വരട്ടി വെച്ചിട്ടാണല്ലോ കുളിക്കാൻ പോയത്. അപ്പോഴും നമുക്ക് വേണ്ട പുളിയെല്ലാം ഇട്ടിട്ടുണ്ട്, പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടതാട്ടോ. കുറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മഴക്കോളും ഇവിടെ, വെയിലില്ലിപ്പം. അപ്പോഴേ കുറച്ചിപ്പോൾ തൈര് ഇരിപ്പുണ്ടേ. അതിന് കറി വെച്ചാലേ അമ്മ കഴിക്കത്തില്ല. തൈരൊന്നും മോരൊന്നും അമ്മ കഴിക്കത്തില്ലല്ലോ. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടാം നമുക്ക് കേട്ടോ. എന്തായാലും മീന് ഇവരെ ഇപ്പുറത്താക്കിയിട്ട് നമുക്ക് അവിടെ വറക്കാൻ വയ്ക്കും. അന്നേരം എളുപ്പമാണല്ലോ. എൻ്റെ അടുപ്പ് ശരിയാക്കി കേട്ടോ. അടുപ്പ് ശരിയാക്കിയത് കൊണ്ട് കുഴപ്പമില്ല, വേഗം പണി കഴിക്കുമല്ലോ. എണ്ണയൊക്കെ ഒഴിച്ച്. ഈ മീൻ നല്ലതാട്ടോ, വറക്കാനേ നല്ലതല്ലേ നമുക്ക്. നമ്മുടെ മഞ്ഞക്കോര കിളിമീന് എന്നൊക്കെ പറയും കേട്ടോ. രാവിലെ വെയിലുണ്ടായിരുന്നു, ഇപ്പം വെയിലങ്ങ് പോയി കേട്ടോ. ഇവനെ ഇങ്ങനെ അസംബ്ലിക്ക് നിൽക്കത്തില്ലേ, അതുമാതിരി ഞാനങ്ങോട്ട് നിരത്തി വെച്ചിട്ടാണ് പോയത് കേട്ടോ. ഒത്തിരി സമയമായി. രാവിലെ ഇന്ന് മീൻ കൊണ്ട് തന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് എളുപ്പമായി. കിടക്കടാങ്ങോട്ട് നിരന്ന് അല്ലേ, കിടക്കടാങ്ങോട്ട് നിരന്ന്. അപ്പം ഇവർ രണ്ടുപേരും ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കറിയും തോരനും എന്തെങ്കിലും ഉണ്ടാക്കാം. അതിനെന്തെങ്കിലും ഞാനൊന്ന് തപ്പി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ. ഇത് നമ്മുടെ മീൻ പൊരിക്കാനും വെച്ച് പിന്നെ മീൻ കറിയും വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ കരണ്ട് അങ്ങ് പോയി. ഞാൻ തോരനും കറിയൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ പോയത്. ഫ്രിഡ്ജ് തപ്പി വന്നപ്പോഴത്തേനും കരണ്ട് അങ്ങ് പോയി. പിന്നെ അമ്മ പറഞ്ഞ അവിയൽ വെച്ചാൽ മതി എന്ന് വെച്ചാൽ പടവലങ്ങയും ചേമ്പും ഏത്തക്കായും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അപ്പോഴൊന്ന് അവിയൽ വെക്കാവുന്ന. അവിയലാകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ ഒരാളിന്ന് രാവിലെ ഉപ്പുമാവായിരുന്നല്ലോ നമുക്ക് രാവിലെ. അതിന് ഞാൻ ഒരു തേങ്ങ അങ്ങ് തിരുമിച്ചു. അന്നേരം എന്നോട് ചോദിച്ചു, അമ്മ രണ്ട് മുറിയും വേണോ? ഞാൻ പറയാം 2 മുറി അങ്ങ് തിരുമിയേരെ. എപ്പം തേങ്ങ എടുത്താലും എനിക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചെനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ. അവിയലിനെ ചാച്ചോണ്ടൊക്കെ വരട്ടെ. ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നേ, രാവിലെ തിരുമിയതല്ലേ, ഫ്രിഡ്ജ് വെച്ചിരുന്നേ തേങ്ങ. അവിയലിനെ അടപ്പിലോട്ടും വെച്ചു. അപ്പം ചാച്ചോണ്ട് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ അവിയലൊക്കെ അങ്ങോട്ട് തിളച്ച് വേഗത്തില്ല, കഷ്ണമൊക്കെ അങ്ങോട്ട് വെന്ത് തുടങ്ങി. അപ്പോഴതേ കറണ്ട് പോകുന്നതിന് മുമ്പ് ഞാനെല്ലാം അവിയലിനുള്ളത് ചതച്ചും വെച്ചു. ചമ്മന്തി അരച്ചു കേട്ടോ. അമ്മയ്ക്ക് വേണമെങ്കിൽ ചമ്മന്തി കൂടെ കൊടുക്കാം. പപ്പടം ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. കാച്ചാരെ കൊണ്ടോ ആരോ വിരുന്നുകാർ വരുന്നില്ല. വശവനുണ്ടല്ലോ വിരുന്നുകാർ വരുന്നത്, അത് നമ്മളെ അറിയിക്കുമല്ലോ. ആ കിളി എന്ന് പറഞ്ഞൊരു കിളിറാന്നാ നമ്മൾ പറയും, വശമെന്ന് പറയും. ചിലപ്പോൾ ഈ ഇടയ്ക്ക് പറയുന്ന വഴക്കുണ്ടാകുമ്പോഴും ആ ഒരു കിളി ഇരുന്ന് ചിലയ്ക്കും അല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചെലച്ച് പറക്കുക ആ ഒരു കിളി
ഉപ്പ് ഇട്ട് കൊടുത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഞാനേ ഉപ്പ് ഇട്ട് കൊടുത്തില്ല. പിന്നെ വേവട്ടെ എന്ന് വിചാരിച്ചു, കഷ്ണം വേവണ്ടേ. ചമ്മന്തി കൂടെ അടച്ചു വെച്ചാൽ അപ്പോഴേ ഇനി തൈര് ഉടച്ചാൽ മതി എനിക്ക് കേട്ടോ. തൈരും കൂടെ ഉടച്ചാൽ പണി കഴിഞ്ഞു നമ്മുടെ അടുക്കളയിൽ. ഇതൊക്കെ മതി, ഇത്രയും കൂട്ടാനൊക്കെ കേട്ടോ. അപ്പോഴൊന്ന് വേവട്ടെ. ആ കിളി കിടന്ന് ചേലിക്കുന്നു. ഇതേ ചമ്മന്തി അരച്ച് വെച്ച് പപ്പടവും കാച്ചീനി ഇതൊന്ന് ഉണ്ടയാക്കണം. നമ്മൾ ഉരുട്ടത്തില്ലേ, ഉരുട്ടിയെടുക്കത്തില്ലേ, ഇതിനകത്ത് തന്നെ വെക്കണ്ട, ഉരുട്ടിയെടുത്ത് വെക്കണം. കുറച്ച് പാത്രമുണ്ട്, നമ്മുടെ അക്ഷയ പാത്രം നിറഞ്ഞ് വരികയാണ്. ഒത്തിരി ഒന്നുമില്ല, ഇച്ചിരി. ഇപ്പം ഞാൻ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ അവിയൽ സെറ്റാവും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. രാവിലെ പരിപാടി എന്ന് വെച്ചാൽ കുളിക്കുന്നതിന് മുന്നേ ഇവിടെയൊക്കെ തുടച്ചു. നമ്മുടെ ഈ ഷോക്കേഴ്സ് നമ്മുടെ ഇങ്ങനെ കൈ എപ്പോഴും ഇങ്ങനെ തുടത്തില്ലേ, അതുകൊണ്ട് എനിക്ക് രാവിലെ തോന്നിയപ്പോൾ ഒരു സൗന്ദര്യക്കുറവ് തോന്നി. അതുകൊണ്ട് രാവിലെ അത് തുടച്ചു. അപ്പം വേവട്ടെ, അവിയൽ വേവട്ടെ. നമ്മുടെ അരപ്പൊക്കെ ഇട്ട് അവിയൽ വേണ്ടത് കുട്ടപ്പനായിട്ട് നോക്കാം. ഗ്യാസ് മാമന്മാർ വരുന്നെന്ന് തോന്നേ. മോനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഞാൻ, ഇല്ലെങ്കിൽ അങ്ങ് പോയിക്കളയും. നമുക്കേ കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിലയൊക്കെ ഇട്ടതാട്ടോ. മോനെ അവിടെ നിൽക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അടച്ച് വെച്ചാൽ ഞാൻ വെണ്ടയ്ക്കൊന്നും ഇടത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ അവിയലിനകത്ത് എനിക്കിഷ്ടമല്ല, ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ചിലരൊക്കെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് കൂട്ടിയിടും, ഇവിടെ ഇഷ്ടമല്ല. നമുക്ക് ഏത്തക്കായും ചേമ്പും കാച്ചിലും ചേനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ഒരു രസമാണ്. അവിടെ പരിപാടിയെല്ലാം എല്ലാം കഴിഞ്ഞു. മാമന്മാരങ്ങ് കിഴക്കോട്ട് പോയി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്തായാലും അടി കൂടും. കഴിഞ്ഞ ആഴ്ച നോക്കിയിരുന്നു, എന്തായാലും അടി കൂടും. സ്നേഹമുണ്ട് കേട്ടോ, അവർക്ക് നല്ല സ്നേഹമുണ്ട്. അബദ്ധം പറ്റിയത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച മോളെടുത്ത് കുറ്റിയെടുത്ത് അകത്ത് വെച്ചിരുന്നു. ഗേറ്റിന് പുറത്ത് വെച്ചാലേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അവരങ്ങനെ അങ്ങ് പോയി, ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങോട്ടങ്ങ് പോയി. നമ്മുടെ കുറ്റിയൊക്കെ നമ്മുടെ ഗ്യാസ് പാത്രമെല്ലാം കഴുകി വെച്ചു. അപ്പോഴിനി പണിയൊന്നുമില്ല. നമുക്ക് മാമന്മാരടുത്ത് പോയി ഗ്യാസ് കുറ്റി എടുക്കണം കേട്ടോ. എടുത്തിട്ട് വരട്ടെ ഞങ്ങൾ. സംശയം വന്ന് ഗ്യാസ് മാമന്മാർ ആരെയൊക്കെ പറഞ്ഞപ്പോഴേ. പക്ഷേ എനിക്ക് അടുപ്പ് നമ്മൾ ഓഫ് ആക്കിയില്ലെന്ന് എനിക്ക് എന്തോ ഒരു ഇത് നോക്കിയപ്പോൾ ഇങ്ങനെ ഇത് തിരിഞ്ഞെടുക്കുന്നു. ഫുള്ള് നമ്മളിങ്ങനെ അണച്ചാലേ അണയത്തുള്ളൂ. അപ്പോഴെന്താണ് സംഭവം, എൻ്റെ ഗ്യാസ് തീർന്നതാ. എൻ്റെ ഭാഗ്യമൊന്നല്ലാതെ ഇന്ന് ഞാൻ എന്ത് പറയാനാ. ഒരു കുറ്റി കാലിയായിട്ടിരിക്കുന്നത് രണ്ടാമത്തെ കുറ്റി തീർന്നു. എൻ്റെ മാമന്മാരെ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയത് തന്നെ. ഞാൻ അന്നേരം അപ്പുറത്തെ അടുപ്പ് കത്തിച്ച് നോക്കി. ഇനി ഇത് ചിലപ്പോൾ കത്താഞ്ഞിട്ടാണെന്ന് വിചാരിച്ചു ഇതിട്ട് കത്തിച്ചപ്പോഴും ഗ്യാസ് ഇല്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഗ്യാസ് തീർന്നത്. എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ അടുപ്പിനകത്തിട്ട് ചെയ്യേണ്ടി വന്നേ. അത് സാരമില്ല, വെള്ളമൊക്കെ അതിനകത്ത് നമുക്ക് കരണ്ടടുപ്പിൽ വെക്കാം. അല്ലാതുള്ള കൂട്ടാൻ ചോറ് ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. ചോറ് വിറകടുപ്പിലാണ് വെക്കുന്നത്, കറികളൊക്കെ ഗ്യാസിനകത്തും. അയ്യോ ഇന്ന് കിട്ടിയില്ലാണെങ്കിൽ എന്ത് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച അവർ വന്നിട്ട് പോയത് കേട്ടോ. നമുക്ക് തരാഞ്ഞതല്ല, അവർ അങ്ങോട്ടങ്ങ് പോയത് കേട്ടോ. ഞാൻ പോയി എടുക്കട്ടെ, ഇനി എന്തായാലും അത്യാവശ്യം. ഇപ്പം 2 കുറ്റി നമ്മുടെ തീർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ അപ്പുറത്തും ചോദിച്ചാൽ നമുക്ക് തരും, കുഴപ്പമില്ല കേട്ടോ. പോയി വേഗം പോയി അവരുടെ കുറേ ഓടിയിട്ട് വരട്ടെ. ഒക്കെ ആണെങ്കിൽ കാണിക്കാം നമ്മുടെ മാമന്മാരെ കേട്ടോ. എന്തോ മോനെ മറ്റേ ഫോൺ എടുത്തോണ്ട് കൊടുക്കട്ടെ മാമന്മാർക്ക്. ഇന്ന് വേറെ മാമനാന്നല്ലോ. ഞങ്ങളുടെ മാമൻ എന്ത് ചെയ്യേ? എന്തോ പറ്റി? ബന്ധു വീട്ടിൽ പോയി. ഞാൻ ശരി വയ്യാതെങ്ങാണോ ഇരിക്കാന്ന്. എവിടെ? അതാണ് ഈ വിളിച്ചു പറയുന്നത്. ഞാൻ മൊബൈലും എടുത്തോണ്ട് അങ്ങോട്ട് വരണല്ലയോ. ഗ്യാസ് എടുക്കാൻ മാത്രമേ നമ്മളൊക്കെ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ. ഇവിടെ അങ്ങ് ആരുമില്ല കേട്ടോ. അവരങ്ങ് താഴോട്ട് പോയി. ചോറ് കഴിച്ചില്ല, ചോറ് കഴിക്കാൻ സമയമായില്ല. പാത്രം എല്ലാം കഴുകി വെച്ച് അപ്പോഴും അതൊക്കെ മമ്മ തിരിച്ചു പോയില്ല കേട്ടോ. താഴോട്ട് പോയായിരുന്നല്ലോ. അപ്പോഴേ എനിക്ക് നാളിൽ എനിക്ക് നമുക്ക് പുറം ചൊറിയത് നല്ല സംഭവം കേട്ടോ. ആരുടെ ആശ്രയം ഇല്ലാതെ നമുക്ക് പുറമൊക്കെ ചൊറിയും. പക്ഷേ എൻ്റെ മക്കളുണ്ട്, എന്ത് കൈ കിട്ടിയാലും
ദേ നശിപ്പിച്ച എൻ്റെ കയ്യത്തേരും കേട്ടാ. ദേണ്ട ഈ പുള്ളിക്കാരൻ്റെ 2 വിരൽ അവർ തല്ലി ഒടിച്ചു. അപ്പോഴേ ഞാൻ ഈ പിള്ളേരോട് അതിലും ഒന്ന് പറയും, എനിക്കൊന്ന് ചൊറിഞ്ഞ് താന്ന് കേട്ടോ. അപ്പോഴങ്ങനെ അവരുടെ പപ്പ കേട്ടെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ. എന്നിട്ട് ഇന്നലെ എടുത്തെന്നിട്ട് പറഞ്ഞു, ഇന്നാ ചൊറിഞ്ഞോ? ഞാൻ പറയുന്നത് വേണ്ട, അതിന് 2 വിരലില്ല, പിന്നെ ഇങ്ങനെ ഈ രണ്ട് വിരൽ ഇതെങ്ങനെ ഇതും വെച്ച് നമുക്ക് മാന്താനൊക്കത്തില്ല, തള്ള വിരൽ വെച്ച് ഈ 2 വിരൽ വെച്ച് നീ മാന്തിക്കോളാൻ പറയും. അങ്ങനെ എടുത്തു തന്നതായിട്ടോ. നല്ല എഴുതി. നമുക്ക് കൈ വയ്യാത്ത ഈ പുറമൊക്കെ ചൊറിയണമെങ്കിൽ കൈ വയ്യാത്തവർക്കൊക്കെ നല്ലതാ സംഭവം. ഇപ്പം പ്രത്യേകിച്ച് എല്ലാവർക്കും ചൊറിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചൂട് കാലാവസ്ഥയല്ലേ. അങ്ങനെ അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞ് നമ്മുടെ കാർക്കൂന്തൽ ഈ അടുക്കളയിൽ നിന്ന് വന്ന് ഞാൻ രാവിലെ കുളിച്ച് കഴിയുമ്പം നമ്മൾ പിന്നെന്താ കെട്ടിവെക്കുന്ന മുടിയല്ലേ, പിന്നെ നമ്മൾ അത് അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് മുടിയൊക്കെ അഴിച്ചിട്ട് ഉണങ്ങിയില്ലല്ലോ, മുടി ഉണങ്ങത്തില്ലല്ലോ. ഞാൻ ഈ ക്ലിപ്പ് ഇടുന്നതുകൊണ്ട് അത് ഉണങ്ങത്തില്ല. ഇങ്ങനെ പിന്നെ ഇട്ട് ഇങ്ങനെ കോരി എന്ന് വെച്ചാൽ കാർക്കൂന്തൽ തറയ്ക്കിടന്ന് എറിയുമല്ലോ. അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ നമ്മുടെ ജയചേച്ചി എപ്പോഴും എൻ്റെ സുപ്പുവിൻ്റെ മുടിയുടെ കാര്യം പറയുമ്പോൾ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നലത്തെയാണോ മെനഞ്ഞാന്നത്തെയാണോ ചേച്ചിയുടെ വീഡിയോക്കകത്ത് സുപ്പുവിൻ്റെ കാര്യം പറയും. അപ്പോഴല്ല ഞാൻ ഇവിടെ ഇരുന്ന് തുമ്മുന്നുണ്ട്. എൻ്റെ ജയചേച്ചി കേട്ടോ തുമ്മുന്നുണ്ട്. അങ്ങനെ ഇന്നലെ റോസ്മേരി ചേച്ചിയെ ഞാൻ തേച്ച് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഒത്തിരി ചേച്ചിമാരിങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതായിരിക്കാം. എന്തായാലും ആഴ്ചയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആഴ്ച മതി കേട്ടോ, ആഴ്ച മതി നമുക്ക്. ആഴ്ച ചെയ്യുന്നും വേണ്ടാലോ, എന്നും ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ആഴ്ച മതി. ബാക്കിയുള്ള ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ പറ്റും. ഇന്ന് കഞ്ഞിവെള്ളം തേച്ചത് കേട്ടോ. നല്ല തണുപ്പ്. എനിക്ക് മനസ്സിലായി കഞ്ഞിവെള്ളം തേച്ചിട്ട് ഇങ്ങനെ തലയിൽ തേച്ച് നിന്നാൽ എനിക്ക് പനി പിടിക്കത്തില്ലെന്ന് കേട്ടോ. അപ്പോൾ ഇത്തിരി നേരം ഞാൻ ഒരു 10-20 മിനിറ്റൊക്കെ എന്തായാലും തേച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് പനി പിടിക്കത്തില്ലെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോഴങ്ങനെ പപ്പ ഇനി വന്നില്ല ചോറിന്. നമ്മൾ ചോറുണ്ടില്ല കേട്ടോ, ചോറുണ്ടില്ല, സമയമായില്ല. പപ്പടവും കാച്ചണം, തൈരും ഉടയ്ക്കണം, അതേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഉള്ളൂ. അപ്പോഴേ ഇത്രയൊക്കെ മതി നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. ഒത്തിരി ആയാലും ദേഷ്യം വരത്തില്ലേ ചിലർക്കൊക്കെ കേട്ടോ. അപ്പോഴെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ടായിട്ട് നിൽക്കുക എല്ലാവരും കേട്ടോ. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നത് എന്തിനാ? നല്ല സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ, നല്ല കൂട്ടുകാർ. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് നിങ്ങളുടെ അടുത്തൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോഴൊത്തിരി സന്തോഷം എല്ലാവരും കൂടെ നിൽക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ കേട്ടോ എല്ലാവരോടും. പിന്നെ എപ്പോഴും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സത്യമല്ലേ, വിഷമമായിട്ടുള്ള മുഖമായിട്ടൊന്നും നമുക്ക് വരണ്ട. എപ്പോഴും ചിരിച്ച് എത്ര ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ചിരിച്ച മുഖത്തോടെ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അടുത്ത് നമ്മൾ മുഖം വീർപ്പിക്കുകയോ ദേഷ്യം കാണിക്കുകയോ ഒന്നും ചെയ്യണ്ട അല്ലേ. ചിരിച്ച മുഖത്തോടെ തന്നെ ഇരിക്കണം. അവർക്കതൊരു അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ നമ്മളൊക്കെ അല്ലേ. നമുക്കെപ്പോഴും ചിരിച്ച് സന്തോഷിച്ചിരിക്കാം കേട്ടോ. അപ്പോഴേ ഇന്നലത്തോടുകൂടി എനിക്ക് പിന്നെ ടെൻഷനൊക്കെ മാറി കേട്ടോ. എനിക്കങ്ങ് പേടി, നമ്മുടെ അണ്ണനെ വീഡിയോ എടുത്ത് കാണും. അതിന് ഞാൻ ആ മൊബൈലെടുത്ത് അങ്ങ് മാറ്റിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഞാനിവിടെ സങ്കടമൊക്കെ പറഞ്ഞില്ലേ, എന്നും കാണും വീഡിയോ ഒക്കെ എൻ്റെ കാണുമായിരുന്നു. അപ്പോൾ ഇന്നലെ എല്ലാം അറിഞ്ഞതുമില്ല. ഈ കമൻറ്റ് വന്ന് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. ഞാൻ പിന്നെ വീഡിയോയ്ക്കകത്ത് എന്താണ് പറയുന്നതെന്ന് എന്നൊക്കെ വിചാരിക്കത്തില്ല. ഞാനതിന് കാണാതെ മൊബൈലെടുത്ത് മാറ്റി കൊണ്ടുപോകാമായിരുന്നു. ഇന്ന് രാവിലെ വരെ കേട്ടോ. അപ്പോൾ അവർക്ക് വിഷമല്ലേ, നമ്മുടെ സങ്കടങ്ങൾ അവർക്ക് വിഷമം വരും അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ മതി നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ. ഒത്തിരി വിശേഷങ്ങളായ ഒരു രസമില്ല അല്ലേ, ഉച്ച വരെയുള്ള നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തിരിച്ചും വന്ന് സുപ്പു സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഒത്തിരി കൂട്ടുകാരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒത്തിരി സമയം കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും വീഡിയോ കാണുന്നതിന്. നമ്മളിപ്പോൾ ഒരു ഉച്ചയൊക്കെ എന്തായാലും 4 മണിക്ക് മുമ്പൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ വരും കേട്ടോ, അപ്ലോഡ് ചെയ്യും ഞാൻ. ഇപ്പോഴെനിക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. രാത്രിയിലും രാവിലെ ആയിട്ടൊക്കെ എല്ലാവരുടെയും വീഡിയോ കൊണ്ട് കമൻറ്റ് ചെയ്യാൻ എനിക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട്
കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ സമയം മാറ്റിയത്. എനിക്ക് അങ്ങനെ മറ്റേ അല്ലാതെ രാത്രി വീഡിയോ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് എല്ലാവരുടെയും വീഡിയോ അങ്ങോട്ട് കാണാൻ സമയം കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോഴിപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ട്. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കേട്ടോ നമ്മുടെ വീഡിയോ ഇപ്പോൾ സമയമൊക്കെ മാറ്റിയല്ലോ. ഞാൻ മറ്റേ രാത്രിയിലായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോഴേ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദി എല്ലാവരോടും കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ കരിയിലക്കിളി അങ്ങ് ബഹളം വെക്കും ഇവിടെ കിടന്നു. എൻ്റെ ചിലപ്പിനേക്കാളിലും അവളുമാർ ചിലയ്ക്കുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴും നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം.